നമ്മളൊരു വെബ് പേജ് ആക്സസ് ചെയ്യുമ്പം ഇവിടുന്ന് നമ്മുടെ ബ്രൗസറിൽ നിന്നൊരു റിക്വസ്റ്റ് അങ്ങോട്ട് പോവും, സെർവറിലേക്ക് പോവും, സെർവറിൽ നിന്നൊരു റെസ്പോൺസ് തിരിച്ചു വരും. അങ്ങനെയാണ് നിങ്ങൾ HTTP കണ്ടിട്ടുണ്ടാവുമല്ലോ. നമ്മളെല്ലാ വെബ്സൈറ്റിൻ്റെ മേൽ ടൈപ്പ് ചെയ്യുമ്പോൾ HTTPS എന്ന് പറഞ്ഞാണ് ടൈപ്പ് ചെയ്യുന്നത്. അത് ഈ പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഒരു റിക്വസ്റ്റ് മെസ്സേജും ഒരു റെസ്പോൺസ് മെസ്സേജും ഉണ്ടാവും ആദ്യമേ തന്നെ. ഇനി റിക്വസ്റ്റിൽ കുറേ ഫീൽഡ്സ് ഉണ്ടാവും, റെസ്പോൺസിലും കുറേ ഫീൽഡ്സ് ഉണ്ടാവും. ഇതിൽ മെയിൻലി റിക്വസ്റ്റിലും റെസ്പോൺസിലും മെയിനായിട്ട് ഡിഫറൻസ് വരുന്നത് ഇതിൻ്റെ ഫസ്റ്റ് ലൈനിലാണ് വരുന്നത്. ഇതിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, റിക്വസ്റ്റ് മെസ്സേജിൽ ആദ്യത്തെ ലൈൻ എന്ന് പറയുന്നത് റിക്വസ്റ്റ് ലൈനാണ്. അതുപോലെ റെസ്പോൺസ് മെസ്സേജിൽ അത് സ്റ്റാറ്റസ് ലൈനാണ്. ബാക്കി ലൈൻസ് എല്ലാം ഒരുപോലെയാണ്. ഹെഡർ ലൈൻ, ബ്ലാങ്ക് ലൈൻ ഉണ്ടാവും, ബോഡി ഉണ്ടാവും. ബോഡിയൊക്കെ ഓപ്ഷനിലാണ്, ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ ഇല്ലാതിരിക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിനകത്ത് SP എന്ന് പറഞ്ഞാൽ അതൊരു സ്പേസ് ആണ്. CR എന്ന് പറഞ്ഞാൽ കാരേജ് റിട്ടേൺ ആണ്. ലൈൻ, അത് ഒരു ലൈനിൻ്റെ എൻഡിങ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ലൈൻ ഫീഡ് എന്ന് പറഞ്ഞാൽ LF എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ലൈനിലേക്ക് പോകുന്നതാണ്. നമ്മൾ ന്യൂ ലൈൻ /n എന്നൊക്കെ അടിക്കുന്ന പോലത്തെ ആണ്. അപ്പോൾ നമ്മുടെ സൈഡിൽ നിന്ന് റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ ആദ്യത്തേത് ഒരു മെത്തേഡ് ഉണ്ടാവും. ഫസ്റ്റ് ഏത് മെത്തേഡാണെന്നാണ് പറഞ്ഞത്, ഗെറ്റാണോ പോസ്റ്റാണോ? നിങ്ങൾ വെബിലൊക്കെ പഠിച്ച പോലെ തന്നെയാണ്. വെബിലൊക്കെ പഠിച്ചതിനോട് സിമിലറാണ്. വേറെ അവിടെ ഗെറ്റും പോസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട്, അത് പറഞ്ഞുതരാം. രണ്ടാമത്തേത് URL ഉണ്ടാകും. നമ്മളൊരു വെബ് പേജ് ആയിരിക്കും ആക്സസ് ചെയ്യുന്നത്. ആ വെബ്സൈറ്റിൽ ഒരു പേജ് ആയിരിക്കും, അതിൻ്റെ ലൊക്കേഷനാണ് രണ്ടാമത് പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്ന അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഈ മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഒരു എക്സാമ്പിൾ ഗെറ്റ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടൊരു സ്പേസ് ഉണ്ടാവും, അതാണ് ഇവിടെ SP എന്ന് കാണിച്ചേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് URL എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലൊക്കേഷനാണ്. ഇത് doc/index.html എന്ന് കൊടുത്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ടൊരു സ്പേസ് ഇട്ടിട്ട് വേർഷൻ ഉണ്ടാവും. HTTPയുടെ ഏത് വേർഷനാണ്, HTTP 1.1 എന്ന് പറയുന്ന വേർഷനാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ തൊട്ടടുത്ത ഹെഡർ ലൈനിൽ ഹോസ്റ്റിൻ്റെ പേര്, ഏത് വെബ്സൈറ്റാണ് ആക്സസ് ചെയ്യുന്നത് അതിൻ്റെ പേരുണ്ടാവും. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും വാല്യൂ ഒക്കെ അഡീഷണലായിട്ട് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കുക, അതൊക്കെ ഓപ്ഷനിലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കൊടുക്കാൻ പറ്റുന്ന ഒരു അടുത്ത ഹോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഹെഡറാണ്. അടുത്തത് ആക്സെപ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് നമ്മൾ അവിടെ നിന്ന് എന്തൊക്കെ ആക്സെപ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതുപോലെ ഇപ്പോൾ ഈ പറഞ്ഞേക്കുന്നുണ്ടോ, ഇമേജ് GIF ഫോർമാറ്റിലും JPEG ഫോർമാറ്റിലുമേ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. അതൊക്കെ ഓപ്ഷനിലാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കാം. നമുക്ക് വൈറസൊക്കെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ആക്സെപ്റ്റ് ചെയ്യുന്ന ലാംഗ്വേജ് EN/US എന്ന് പറയുന്ന US ഇംഗ്ലീഷാണ് ആക്സെപ്റ്റ് ചെയ്യുന്നതെന്നാണ്. ആക്സെപ്റ്റഡ് എൻകോഡിംഗ് എന്ന് പറയുന്ന ഏതൊക്കെ എൻകോഡിംഗ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. ഇതെല്ലാം ഹെഡർ ലൈൻസിൽ വരുന്നതാണ്. ഇനി യൂസർ ഏജൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ബ്രൗസർ ഏതാണെന്നാണ്. Mozilla 4.0 ആണ്. അത് നമ്മൾ അങ്ങോട്ട് കൊടുക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഓരോ ബ്രൗസറിലും ഇത് ഓരോ രീതിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ബ്രൗസറിൽ നിന്ന് സെർവറിലേക്ക് പോകുന്ന റിക്വസ്റ്റാണ്. അപ്പോൾ ഏത് സെർവറിലേക്കാണ് പോകേണ്ടത്, അതിൻ്റെ ഏത് പാത്തിലുള്ള പേജാണ് കിട്ടേണ്ടത്, അതിൻ്റെ പ്രോട്ടോക്കോൾ ഏതാണ് യൂസ് ചെയ്യുന്നത്, ഗെറ്റാണോ പോസ്റ്റാണോ, മെത്തേഡ് ഏത് വേണം, അവിടുന്ന് നമ്മൾ ഏതൊക്കെ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ള കുറേ കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഒരു ബ്ലാങ്ക് ലൈൻ ഉണ്ടാവും, ഒരു ബ്ലാങ്ക് ലൈൻ. ഇങ്ങനെയാണ് മെസ്സേജിൻ്റെ ഫോർമാറ്റ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. അതുപോലെ തന്നെ റെസ്പോൺസ് ഉണ്ടാവും. റെസ്പോൺസ് എന്ന് പറയുന്നത് ഇതുപോലെ ഫസ്റ്റ് തന്നെ ഇവിടെ ഫസ്റ്റ് ലൈനിൽ ലാസ്റ്റ് ആയിരുന്നു വേർഷൻ, ഇവിടെ ആദ്യം തന്നെ വേർഷനാണ് വരുന്നത്. HTTP 1.1 ആണ്. അത് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് കഴിഞ്ഞിട്ട് സ്റ്റാറ്റസ് കോഡാണ് വരുന്നത്. സ്റ്റാറ്റസ് കോഡ് 200 എന്നൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഫ്രേസ് വരും. ഫ്രേസ് ഓക്കെ ആണോ, അല്ലെങ്കിൽ സെർവർ നോട്ട് ഫൗണ്ട്, അല്ലെങ്കിൽ പേജ് നോട്ട് ഫൗണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അത് കഴിഞ്ഞിട്ട് വരുന്നത്. പിന്നെ ഇതുപോലെ തന്നെ ഇവിടെ ഉള്ളതുപോലെ തന്നെ കുറേ ഹെഡറുകളുണ്ടാവും. ഡേറ്റ്, സെർവർ, ലാസ്റ്റ് മോഡിഫൈഡ് എന്നൊക്കെ പറഞ്ഞ് കുറേ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അത് ഓരോന്നിലും വേരി ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ ഹെഡർ എന്തൊക്കെ ഡാറ്റകളുണ്ട്, ഇതെല്ലാം ഹെഡർ എന്ന് പറയുന്നത് മെറ്റാ ഡാറ്റയാണ് കേട്ടോ. മെറ്റാ ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വൽ ഡാറ്റ അല്ല, പക്ഷേ എങ്ങനെയൊക്കെയാണ് ഡാറ്റ വരുന്നതിനെ പറ്റി ഒരു ഇൻഫർമേഷൻ. ഇതെല്ലാം പറ്റും നിങ്ങൾ ഓർത്തിരിക്കുകയൊന്നും വേണ്ട. ഇത് ഇങ്ങനെയൊക്കെ കുറേ എണ്ണം ഉണ്ടാവുമെന്ന് ഒരു ഐഡിയ മനസ്സിലുണ്ടായാൽ മതി. അത് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് കഴിഞ്ഞിട്ടാണ് ആക്ച്വലി നമ്മുടെ വെബ് പേജ് വരുന്നത്. ഇത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, നമ്മുടെ HTML പേജാണ് ഈ വന്നേക്കുന്നത് അല്ലേ. HTML ആണ്. നിങ്ങളൊക്കെ പ്രൊജക്റ്റൊക്കെ ചെയ്യുമ്പോൾ ഇത് ചെയ്തിട്ടുണ്ടാവും. അതാണ് ഈ ലൈൻ കഴിഞ്ഞിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോൾ കണ്ടോ, അങ്ങനെ ഒരു ബോഡി ഉണ്ടായിരുന്നില്ല. പക്ഷേ തിരിച്ച് താഴോട്ട് തിരിച്ചു വരുമ്പോൾ റിക്വസ്റ്റ് പോകുമ്പോൾ ഒരു ബോഡി ഇല്ല. കാരണം അങ്ങോട്ട് നമുക്കൊന്നും കൊടുക്കാനില്ല. നമ്മൾ അതിൻ്റെ URL ആ പേജ് വേണമെന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. തിരിച്ച് കിട്ടുമ്പോൾ ആ പേജിൻ്റെ കണ്ടൻറ്റും കിട്ടുന്നുണ്ട്. ഇത്ര നേരം പറഞ്ഞത് ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ടുണ്ടോ?
ക്ലിയർ. ഇനി മെത്തേഡ് പല ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഒരു ഗെറ്റ് ഒരു എക്സാമ്പിളായിട്ടാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ബാക്കി എന്തൊക്കെ മെത്തേഡ് ഉണ്ടെന്നാണ് ഇതിൽ പറയാൻ പോകുന്നത്. മെസ്സേജ് ഫോർമാറ്റ് റിക്വസ്റ്റ് മെത്തേഡിൻ്റെ റിക്വസ്റ്റിലാണ് ഈ മെത്തേഡ് വരുന്നത്. റെസ്പോൺസിൽ മെത്തേഡ് ഇല്ല. നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. അത് ഓരോന്നിനും ഓരോ അർത്ഥമുണ്ട്. ഗെറ്റ് എന്ന് പറയുന്നത് നമുക്ക് വെബ് പഠിച്ചപ്പം ഗെറ്റും പോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചു. അതുപോലെ തന്നെ ഇവിടെയും പല ഓപ്ഷനുണ്ട്. ഇവിടെയും ഗെറ്റും പോസ്റ്റും ഒക്കെ ഉണ്ട്, പക്ഷേ വേറെയുണ്ട്. ഗെറ്റ് എന്ന് പറഞ്ഞാൽ ടു സെൻഡ് എ റിക്വസ്റ്റ് ടു ദ സെർവർ. ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മളൊരു വെബ് പേജ് വെറുതെ ആക്സസ് ചെയ്യുക, കാണാൻ വേണ്ടിയിട്ട് അത് ആക്സസ് ചെയ്യുകയാണെങ്കിൽ മിക്കവാറും ഗെറ്റ് ആയിരിക്കും കൊടുക്കുന്നത്. മോസ്റ്റ് കോമൺ ആണ്. അതിൽ ബോഡി ഉണ്ടാവില്ല. അതാണ് ഈ പാർട്ട്. ബോഡി എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. നമ്മൾ അതിൻ്റെ അഡ്രസ്സ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഓക്കെ. അടുത്തത് പിന്നെ ഉള്ളത് ഹെഡ് എന്ന് പറയുന്ന ഒരു റിക്വസ്റ്റ് ഉണ്ടാവും. ഇത് ഇവിടെ കൊടുക്കുന്ന ഗെറ്റ് അല്ലെങ്കിൽ ഹെഡ് അങ്ങനെ കൊടുക്കാം. ഒന്നെങ്കിൽ ഗെറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഹെഡ് കൊടുക്കാം. ഹെഡ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് വെൻ ദ ക്ലയൻറ്റ് നീഡ് സം ഇൻഫർമേഷൻ അബൌട്ട് ദ വെബ് പേജ്. വെബ് പേജിനെ പറ്റി കുറച്ച് ഇൻഫർമേഷനാണ് വേണ്ടിയത്. സച്ച് ആസ് ദ പേജ് മോഡിഫൈഡ് ഡേറ്റ്, അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും. സാധാരണ അത് ഈ URL വാലിഡ് ആണോ അതിൻ്റെ വാലിഡിറ്റി നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹെഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക, അതിനും ബോഡി ഉണ്ടാകത്തില്ല. ഇവിടുന്ന് അങ്ങോട്ട് റിക്വസ്റ്റ് പോകുന്നതാണ്, അതിന് ബോഡി ഉണ്ടാവില്ല. ഇത് നമ്മൾ അപ്പോൾ ഈ ഗെറ്റിന് പകരം ഇവിടെ ഹെഡ് ആയിരിക്കുമെന്ന് മനസ്സിലാക്കുക. ഹെഡ് ആണെങ്കിൽ തിരിച്ചു വരുന്ന, അതായത് നമ്മൾ ഇതിനെ വെബ് സെർവറിനെ പറ്റിയുള്ള ഹെഡർ ഇൻഫർമേഷൻ, കുറേ അവൻ എപ്പോഴാണ് ലാസ്റ്റ് മോഡിഫൈഡ്, ആരൊക്കെയാണ് ആക്സസ് ചെയ്തത്, അങ്ങനത്തെ ഡീറ്റെയിൽസ് കിട്ടാൻ മാത്രം. ഗെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പേജ് കാണണം. ഹെഡ് എന്ന് പറഞ്ഞാൽ പേജിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ കിട്ടിയാൽ മതി. അപ്പോൾ URL കറക്റ്റ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി പുട്ട്, ഗെറ്റ് കഴിഞ്ഞ് അതുപോലെ തന്നെ പുട്ടുണ്ട്. പുട്ടെന്ന് പറഞ്ഞാൽ ഗെറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, ഇൻവേഴ്സ് ഓഫ് ഗെറ്റാണ്. ഗെറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നമുക്ക് സെർവറിൽ നിന്ന് കുറച്ച് ഡാറ്റ ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഡാറ്റ ആ പേജ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗെറ്റ് ഉപയോഗിക്കുന്നത്. എങ്കിൽ പുട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ അവിടുന്ന് അങ്ങോട്ട് പുട്ട് ഉപയോഗിക്കുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണെന്ന് ആരും പറയരുത്. പുട്ട് അത് നമ്മുടെ പുട്ടാണ്. ഈ പുട്ടെന്ന് പറയുന്നത് നമ്മൾ സെർവറിലേക്ക് ഡാറ്റ ഇടാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു വെബ് പേജ് നമ്മൾ സെർവറിലേക്ക് കൊടുക്കുകയാണ്, സെർവറിൽ കൊണ്ട് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് പുട്ടായിരിക്കും. പുട്ട് സം ഇൻഫർമേഷൻ ടു ദ സെർവർ. അതിനകത്ത് ഇഫ് പെർമിറ്റഡ് എന്ന് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. സെർവറിലേക്ക് നമുക്ക് ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ ഒരു പേജിലേക്ക് നമുക്കൊരു സെർവർ എന്നാൽ പുട്ടെന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിച്ചിട്ട് ഫേസ്ബുക്കിൻ്റെ ഒരു പേജിലേക്ക് നമുക്ക് കൊണ്ട് എന്തെങ്കിലും ഡാറ്റ ഇട്ടേക്കാന്ന് നമുക്ക് വിചാരിച്ചാൽ നടക്കത്തില്ല. കാരണം എന്താണ്? അതിൽ ആക്സസ് ബ്ലോക്ക്ഡ് ആയിരിക്കും. നമുക്ക് പെർമിഷൻ ഉണ്ടാവില്ല റൈറ്റ് ചെയ്യാൻ. അപ്പോൾ അതാണ് ഇഫ് പെർമിറ്റഡ് എന്ന് എഴുതിയേക്കുന്നത്. ഇനി ഗെറ്റ് കഴിഞ്ഞ് പിന്നെ അതുപോലെ പോസ്റ്റ് ഉണ്ട്. ടു സെൻഡ് സം ഇൻഫർമേഷൻ ടു ദ സെർവർ ഓർ ടു മോഡിഫൈ ദ പേജ്. ഈ പോസ്റ്റ് ഉപയോഗിക്കുന്നത് ഗെറ്റ് എന്ന് പറയുന്നത് നമുക്ക് അവിടുന്ന് ഡാറ്റ കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ, പുട്ട് അങ്ങോട്ട് ഡാറ്റ ഇടാൻ വേണ്ടിയിട്ടാണ്. പോസ്റ്റ് ഉപയോഗിക്കുന്നത് കുറച്ച് ഇൻഫർമേഷൻ കിട്ടാനും കുറച്ച് മോഡിഫൈ ചെയ്യാനും. അതായത് രണ്ടും നമ്മൾ പാരലൽ ചെയ്യുകയാണ്. അവിടുത്തെ കുറച്ച് ഡാറ്റയുണ്ട്. ഇപ്പോൾ ആ ഡാറ്റയിൽ നമുക്ക് എന്തെങ്കിലും വ്യത്യാസം വരുത്തണം. അവിടുന്ന് ഡാറ്റ കിട്ടുകയും വേണം. അതുപോലെ തന്നെ കുറച്ച് ഡാറ്റ അതിൽ വ്യത്യാസം വരുത്തുകയും ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് പോസ്റ്റ് ആയിരിക്കും. ഇനി ട്രേസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതൊക്കെ ഡീബഗ്ഗിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. ഡീബഗ്ഗിങ് അതായത് നമ്മൾ ആക്ച്വലി കോഡ് ചെയ്ത് പേജ് റെഡിയാക്കി, പക്ഷേ പേജ് ആക്ച്വലി ശരിക്കും കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ട്രേസ് ചെയ്യാം. അതായത് ഇതിൻ്റെ റിക്വസ്റ്റ് എങ്ങനെയൊക്കെയാണ് പോകുന്നത്, എവിടെയൊക്കെ ഹിറ്റ് ചെയ്യുന്നുണ്ട്, ആരൊക്കെ ഇത് കാണുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അത് ജസ്റ്റ് തിയററ്റിക്കലി ഓർത്തിരുന്നാൽ മതി. അതിൻ്റെ ഡീറ്റെയിൽസ് വേണ്ട. ഡീബഗ്ഗിങ്ങിനാണ്. ഡീബഗ്ഗിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ലാസ്റ്റത്തെ മെത്തേഡ് ഡിലീറ്റ് എന്ന് പറയുന്നൊരു മെത്തേഡുണ്ട്. പേര് കേട്ടാൽ തന്നെ അറിയാം, ഒരു വെബ് പേജ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അതിൻ്റെയും ബ്രാക്കറ്റിൽ ഇഫ് പെർമിറ്റഡ് എന്ന് എഴുതിയിട്ടുണ്ട്. കാരണം നമുക്ക് പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫേസ്ബുക്കിൻ്റെ ഒരു പേജ് നമുക്ക് ഡിലീറ്റ് ചെയ്തേക്കാമെന്നും പറഞ്ഞ് ഡിലീറ്റ് റിക്വസ്റ്റ് വെച്ച് അങ്ങോട്ട് കൊടുക്കാൻ പറ്റത്തില്ല. ഒരു പെർമിഷൻ ഉണ്ടാവില്ല. എന്തായാലും ഇനി റിക്വസ്റ്റ് ഹെഡർ ഫീൽഡ് എന്ന് പറയുന്നത്, റിക്വസ്റ്റ് ഹെഡർ ഫീൽഡ് ഇല്ലേ, അതായത് റിക്വസ്റ്റിനകത്ത് വരുന്ന ഹെഡർ ലൈൻസ്, ഇവിടെ വരുന്ന ഫീൽഡുകളെ പറ്റിയാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അതിൽ 1 or more ഹെഡേഴ്സ് ഉണ്ടാവും. ഇതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്ലയൻറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? റിക്വസ്റ്റ് പോകുന്നത് എവിടെ നിന്നാണ്? റിക്വസ്റ്റ് പോകുന്നത് നമ്മുടെ ബ്രൗസറിൽ നിന്നാണ്. ബ്രൗസറാണ് ക്ലയൻറ്റ്, സെർവറിലേക്കാണ് പോകുന്നത്. ഇത് ക്ലയൻറ്റിനെ പറ്റി കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. അതായത് ഞാൻ റിക്വസ്റ്റ് തരുവാണ്, പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം തന്നാൽ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നത് ടെക്സ്റ്റോ HTML തന്നാൽ ആക്സെപ്റ്റ് ചെയ്യും. ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത് UTF-8 എന്ന് പറയുന്ന എൻകോഡിംഗ് ടെക്നിക്ക് വെച്ചുള്ളതാണെങ്കിലേ ഞാൻ ആക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ.
കണ്ടൻറ്റ് ലെങ്ത് എന്ന് പറയുന്നത് മാക്സിമം 348 പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ ഓപ്ഷനിലാണ്. ഇത് നമ്മുടെ ക്ലയൻറ്റ് നമ്മളെ പറ്റി, അതായത് പിന്നെ ഹോസ്റ്റ്, ഏത് ഹോസ്റ്റാണ് ആക്സസ് ചെയ്യുന്നത് എന്ന് ഇത് നമ്മൾ എന്തായാലും പറഞ്ഞു കൊടുക്കും. ഏത് സെർവറിലേക്കാണ് റിക്വസ്റ്റ് പോകേണ്ടത് എന്നുള്ളതല്ലേ. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കും. ബാക്കിയൊക്കെ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. അതാണ് ഹെഡർ ഫീൽഡ് എന്നും പറഞ്ഞ് ഈ രണ്ടാമത് കാണുന്ന ഹെഡർ ലൈൻസിനകത്ത് വരുന്നത്. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഹോസ്റ്റ്, ആക്സെപ്റ്റ് ലാംഗ്വേജ്. ഇവിടെ കുറേ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഇതും വേറെ കുറേ എക്സാമ്പിളാണ്. കണ്ടൻറ്റ് ലെങ്ത് ഒക്കെ നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. അത് ഇൻ ടേംസ് ഓഫ് ബൈറ്റ്സ് ആയിരിക്കും. എത്ര ബൈറ്റ് ആണെന്നാണ്, അത്രയും ബൈറ്റേ മാക്സിമം അവൻ ആക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇനി റെസ്പോൺസ് മെസ്സേജ് ഉണ്ടാവും. HTTPയുടെ റെസ്പോൺസ് മെസ്സേജ് ഉണ്ടാവും. റെസ്പോൺസിൽ വേർഷൻ, സ്റ്റാറ്റസ് കോഡ്, ഫ്രേസ് ഉണ്ടാവും, ഹെഡേഴ്സ് ആൻഡ് ബോഡി ഓഫ് ദ റെസ്പോൺസ്. പിന്നെ ഇതുപോലെ തന്നെ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് നമുക്കറിയാം വേർഷനും സ്റ്റാറ്റസ് കോഡും ഫ്രേസും ആണ് അല്ലേ. നമ്മളിവിടെ കണ്ടതാണ്. വേർഷനും സ്റ്റാറ്റസ് കോഡും ഫ്രേസും ആണ് നമുക്കിവിടെ ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ഹെഡർ ലൈൻസ് ഉണ്ടാവും. ഹെഡർ ലൈൻസ് എന്ന് പറയുന്നത് കുറേ ഇവിടെ ഉള്ളതുപോലെ തന്നെ കുറേ എണ്ണം ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് വരുന്നത്, അപ്പോൾ ആ റെസ്പോൺസിനെ പറ്റിയാണ് നമ്മളിനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. കണ്ടെയ്ൻസ് വേർഷൻ, സ്റ്റാറ്റസ് കോഡ്, ഫ്രേസ്, ഹെഡേഴ്സ് ആൻഡ് ബോഡി ഓഫ് ദ റെസ്പോൺസ്. ഇതിൽ വേർഷൻ എന്ന് പറയുന്നത് HTTPയുടെ ഏത് വേർഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നാണ്. സ്റ്റാറ്റസ് കോഡ് നിങ്ങൾക്ക് പലർക്കും നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ട് നല്ല പരിചയം കാണും. ഈ എറർ മെസ്സേജുകളൊക്കെ നമുക്ക് എപ്പോഴും കിട്ടുന്നതാണ്. പ്രത്യേകിച്ച് 404 കണ്ടിട്ടുണ്ടാവും പലരും. 404 പേജ് നോട്ട് ഫൗണ്ട് എന്ന് പറയുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. 200 എന്ന് പറയുന്നത് ഓക്കെ ആണ്. 200 ഓക്കെ ആണെങ്കിൽ നമ്മൾ ആ പേജേ കാണത്തുള്ളൂ. 200 എന്നുള്ള മെസ്സേജ് കാണത്തില്ല. പക്ഷേ 404 ആണെങ്കിൽ 404 എന്ന് പറയുന്ന മെസ്സേജ് നമ്മൾ ബ്രൗസറിൽ ഡിസ്പ്ലേ ചെയ്ത് കണ്ടിട്ടുണ്ടാവും. കാരണം അതൊരു എററാണ്, പേജ് കാണിക്കാൻ പറ്റില്ല. അതിന് പകരം ഈ എറർ ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ അതാണ് സ്റ്റാറ്റസ് കോഡ് എന്ന് പറയുന്നത്. നമ്മൾ 404 ഒക്കെ വരുമ്പോൾ നമ്മൾ എറർ കാണുന്നുണ്ട്. എല്ലാ കേസിലും ഈ സ്റ്റാറ്റസ് കോഡ് ഉണ്ടാവും. അപ്പോൾ സാധാരണ ഓക്കെ ആണെങ്കിൽ 200 എന്ന് പറയുന്ന ഓക്കെ സ്റ്റാറ്റസ് കോഡ് ആയിരിക്കും വരുന്നത്. Status code in 100 range are only informational. The codes in the 200 range indicate successful request. 200 ഉള്ളതാണെങ്കിൽ അത് സക്സസ്ഫുൾ റിക്വസ്റ്റ് ആണ്. കണ്ട് 200 എന്നൊക്കെ പറയുന്നത്. 300 range redirect the client to another URL. 301 എന്ന് പറയുന്നത് അതായത് ഇപ്പം നമ്മൾ പണ്ട് ഒരു വെബ് പേജ് അതിൻ്റെ അഡ്രസ്സ് ഇതായിരുന്നുവെങ്കിൽ നമ്മൾ ഇപ്പം അതിൻ്റെ അഡ്രസ്സ് മാറ്റിയിട്ടുണ്ടെങ്കിൽ പുതിയതിലേക്ക് മാറുന്ന അങ്ങനത്തെ പുതിയ URL ഇതാണെന്നും പറഞ്ഞ് അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തു പോകും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ 301 എന്ന് പറയുന്നതാണ്. മൂഡ് പെർമനൻ്റ്ലി അല്ലെങ്കിൽ മൂഡ് ടെമ്പററിലി എന്നൊക്കെ പറഞ്ഞ് 301, 302 എന്നൊക്കെ പറഞ്ഞ് കോഡ് കാണും. അപ്പോൾ 200 എന്നൊക്കെ പറയുന്നത് 200 റേഞ്ചിലുള്ളത് സക്സസ്ഫുൾ റിക്വസ്റ്റ് ആണ്. 201, 202, 203. 100കളിലുള്ളതൊക്കെയാണ് ഇൻഫർമേഷനിലാണ്. അതായത് കുഴപ്പമില്ല, എന്നാലും നിങ്ങളിത് അറിഞ്ഞിരുന്നോ എന്നുള്ള രീതിയിൽ പറയുന്നതാണ് 100 റേഞ്ചിലുള്ളത്. ഓക്കെ, the codes in the 400 range indicate error. 401, 402, 403, 404 ഒക്കെ എന്ന് പറഞ്ഞാൽ എറർ ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. 500 റേഞ്ചിലാണെങ്കിൽ ഇൻഡിക്കേറ്റ് എറർ ഉണ്ട് സെർവർ സൈറ്റ്. സെർവർ സൈഡിൽ എറർ ഉണ്ടെന്നാണ്. മറ്റേത് ആ പേജ് നമുക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ അത് കാണിക്കാൻ പറ്റില്ല, അങ്ങനത്തെ കാര്യങ്ങളാണ് 400ൽ വരുന്നത്. പക്ഷേ 500 റേഞ്ചിൽ വന്നാൽ അതിൻ്റെ അർത്ഥം സെർവറിൽ എന്തോ എററുണ്ട്, സെർവറിൻ്റെ സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ സെർവർ ഡൗൺ ആണോ, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും 500 റേഞ്ചിലുള്ളത്. അപ്പോൾ ഏതാണ് ഇത് പറയുന്നത്? ഈ വരുന്ന സ്റ്റാറ്റസ് കോഡിന് റെസ്പോൺസ് ആയിട്ട് വരുന്നതിൽ വേർഷൻ കഴിഞ്ഞാൽ അടുത്ത ഫീൽഡ് സ്റ്റാറ്റസ് കോഡ് ആയിരിക്കും. അതൊരു നമ്പർ ആയിരിക്കും. ആ നമ്പറിനെ പറ്റിയാണ്. അത് കഴിഞ്ഞിട്ടൊരു ഫ്രേസ് ഉണ്ട്. ആ ഫ്രേസ് എന്ന് പറയുന്നത് ഇത് എന്ത് ചെയ്യുന്നു എന്നുള്ള ഫ്രേസ് ആയിരിക്കും. ഇപ്പോൾ ഇതുണ്ട് 200 ഓക്കെ, 301 മൂഡ് പെർമനൻ്റ്ലി, അതാണ് ഫ്രേസ്. 404 പേജ് നോട്ട് ഫൗണ്ട്, അതാണ് ഫ്രേസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് പണ്ടൊക്കെ ഇത് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു പ്രോട്ടോകോളായിരുന്നു. ഞാൻ സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്ത് തുടങ്ങിയ സമയത്തൊക്കെ നമ്മൾ ഒരു കമ്പ്യൂട്ടറിൽ 2 കമ്പ്യൂട്ടർ തമ്മിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ഫയലും ഒരു കമ്പ്യൂട്ടറും തൊട്ടടുത്തിരുന്ന ആൾ വർക്ക് ചെയ്യുന്ന ഒരാളുടെ കമ്പ്യൂട്ടറും തമ്മിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ഉപയോഗിക്കുമായിരുന്നു. അതിനകത്ത് അയാളുടെ IP അഡ്രസ്സ് നമ്മൾ അടിച്ചു കൊടുക്കും. അപ്പോൾ അയാളൊരു പാസ്വേഡ് നമുക്ക് സെറ്റ് ചെയ്ത് തരും. ആ പാസ്വേഡ് കാരണം നമുക്ക് അയാളുടെ സിസ്റ്റത്തിലേക്ക് ഇഷ്ടമുള്ള ഫയലെല്ലാം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. അയാളെ നമ്മളെ പെർമിറ്റ് ചെയ്താൽ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നീട് ഇപ്പോൾ അതിലും നല്ല ഒത്തിരി ഇത് വന്നതുകൊണ്ട് ഒത്തിരി ട്രാൻസ്ഫർ ടെക്നോളജീസൊക്കെ വന്നതുകൊണ്ട് സാധാരണ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ 2 ക്ലയൻറ്റ് സിസ്റ്റങ്ങൾ തമ്മിൽ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാറില്ല. പക്ഷേ ഇത് വളരെ നല്ലൊരു സോഫ്റ്റ്വെയർ ആണ്. അവരുടെ ഇതിൽ നിന്ന് നമുക്കൊരു ഫയൽ റിക്വസ്റ്റ് ചെയ്യാം.
അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ FTP വഴി ചെയ്യാൻ പറ്റുമായിരുന്നു. ഫയൽ ട്രാൻസ്ഫർ, ഫയൽ എന്ന് പറഞ്ഞാൽ നമുക്കതിപ്പോൾ ഒരു ഇമേജ് ആവാം, അല്ലെങ്കിൽ വേർഡ് ഫയൽ ആവാം, അല്ലെങ്കിൽ ഒരു EXE ഫയൽ ആവാം, എന്ത് വേണമെങ്കിലും നമുക്ക് അയച്ചു കൊടുക്കാം ഒരു ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ പക്ഷേ അന്നൊക്കെ ഞങ്ങൾ അങ്ങനെ യൂസ് ചെയ്തിരുന്നു. പിന്നീട് നമ്മൾ പുതിയ ടെക്നോളജീസൊക്കെ വന്നപ്പോൾ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഇതിലും നല്ല മാർഗ്ഗം കിട്ടി. പക്ഷേ ഇപ്പോഴും ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതെന്ന് പറയുന്നത് നമ്മൾക്ക് സെർവറിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ നടത്താനാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊക്കെ ഇപ്പോൾ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങളൊരു സെർവർ ലോക്കലി ഇൻസ്റ്റാൾ ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്തേക്കുന്ന പ്രൊജക്റ്റുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് അത് ഒരു ആക്ച്വൽ വെബ്സൈറ്റായിട്ട് മാറ്റണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ സെർവർ വെബ് ഹോസ്റ്റിംഗ് ചെയ്യും. അതായത് വെബിൽ ഒരു സ്ഥലം എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി ഫയൽ ഇടണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾ ആ വെബ്സൈറ്റിൻ്റെ ഒരു പേരിടും, ആ പേരിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു IP അഡ്രസ്സ് ഉണ്ടാവും, ആ IP അഡ്രസ്സ് കണ്ടുപിടിക്കും അല്ലേ, അങ്ങനെ ആ IP അഡ്രസ്സിലേക്കായിരിക്കും ഇടേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ സെർവറിൽ ഇപ്പോൾ കിടക്കുന്ന അല്ലെങ്കിൽ www എന്ന് പറയുന്ന ഫോൾഡറിൽ നിങ്ങൾ ഇട്ടേക്കുന്ന ഫയലുകളെല്ലാം സെർവറിൽ കൊണ്ടിടേണ്ടി വരും. അപ്പോൾ അങ്ങനെ സെർവറിലേക്ക് ഈ ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ ഇപ്പോഴും FTP ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മുടെ എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മുടെ വുമൻസ് പോളിടെക്നിക്കിൻ്റെ സൈറ്റുണ്ട്. വുമൻസ് പോളിടെക്നിക്കിൻ്റെ സൈറ്റിൽ ഇപ്പോൾ എന്തെങ്കിലും ചേഞ്ച് നമ്മൾ വരുത്തുകയാണെങ്കിൽ, നമ്മൾ എന്തെങ്കിലും ചേഞ്ച് വരുത്തി ആ ചേഞ്ച് വരുത്തിയ ഫയലുകൾ നമ്മൾ ആക്ച്വലി അത് കെൽട്രോണിൻ്റെ ഒരു സെർവറിലാണ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. കെൽട്രോണിൻ്റെ അതിനൊരു IP അഡ്രസ്സ് ഉണ്ടാവും. ആ IP അഡ്രസ്സിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് പറയുന്നത് FTP ഉപയോഗിച്ചിട്ടാണ്, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ഉപയോഗിച്ചിട്ടാണ്. അത്രയും ക്ലിയർ ആയോ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്താണെന്നുള്ളത്? ഓക്കെ. അപ്പോൾ യൂസ് ടു ട്രാൻസ്ഫർ ഫയൽസ് ഫ്രം വൺ ഹോസ്റ്റ് ടു അനദർ. ഫയൽ ട്രാൻസ്ഫർ മീൻസ് റിസീവിങ് എ ഫയൽ ഓർ സ്റ്റോറിങ് എ ഫയൽ ഓർ ഡയറക്ടറി ലിസ്റ്റിംഗ്. നമുക്ക് ഫയൽ ട്രാൻസ്ഫർ ഉപയോഗിച്ചിട്ട് ഈ സെർവറിനകത്തേക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ അങ്ങോട്ട് കൊടുക്കാം, അവിടെ നിന്ന് ഇങ്ങോട്ട് വാങ്ങിക്കാം, അല്ലെങ്കിൽ അത് അവിടെ ഉള്ള ഫയൽസ് ഏതൊക്കെയാണ്, അതിൻ്റെ ഡയറക്ടറി ഏതൊക്കെയാണ് എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മുടെ ഒരു സെർവർ ആണെങ്കിൽ കെൽട്രോണിൻ്റെ സെർവറിൽ നമുക്ക് തന്നേക്കുന്ന സ്ഥലത്ത് പല ഫോൾഡറുകളും പല പാത്തും കാണും. അപ്പോൾ ഇതാ ഇങ്ങോട്ട് പോയി നോക്കിയാൽ നമ്മൾ സെർവർ റിക്വസ്റ്റ് കൊടുത്തപ്പോൾ docs/index.html എന്ന് പറഞ്ഞ് കൊടുത്തില്ലേ URL. അതായത് ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന ഫോൾഡറിൽ index.html എന്ന് പറയുന്ന ഫയൽ വേണമെന്നാണ്. അപ്പോൾ ഈ ഡോക്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ടാവും, ആ ഫോൾഡറിനകത്ത് index.html എന്ന് പറയുന്ന ഒരു ആ സെർവറിലുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഡോക്സ് എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ടോ അതൊക്കെ കാണാനും നമുക്ക് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ഉപയോഗിക്കാം. ഇത് യൂസ് ചെയ്യുന്നത് ട്രാൻസ്മിഷൻ TCP/IP, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ, ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. അതാണ് ഞാൻ പറഞ്ഞത്. IP അഡ്രസ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫയൽ ട്രാൻസ്ഫർ എപ്പോഴും ആക്സസ് ചെയ്യുന്നത്. TCP എന്ന് പറയുന്നത് കണക്ഷൻ ഓറിയൻറ്റഡ് ആണ്, റിലയബിൾ കണക്ഷനാണ് അല്ലേ. ഡാറ്റ അപ്പുറത്ത് എത്തിയെന്ന് അവൻ ഉറപ്പ് വരുത്തും, അതിന് എറർ ഇല്ലെന്നും അവൻ ഉറപ്പ് വരുത്തും. IP എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളാണ്. സാധാരണ IP അഡ്രസ്സ് ഉപയോഗിച്ച് ട്രാൻസ്ഫർ നടത്തുന്നതിനാണ് IP എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നത്. Transfer files even though both hosts have different directory structures, naming conventions and data representation. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ ഉപയോഗിക്കുന്നത് ലിനക്സ് മെഷീനും നിങ്ങൾ ഉപയോഗിക്കുന്നത് വിൻഡോസ് മെഷീനും ആണെങ്കിൽ പോലും എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ സെർവറിൽ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേറെ ഒരെണ്ണമായിരിക്കും, എൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേറെ ഒരെണ്ണമായിരിക്കും. പക്ഷേ ഒരു പ്രശ്നവുമില്ല, FTP ഉപയോഗിച്ചിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. FTPയുടെ ഒരു ബേസിക് മോഡൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. FTP നമ്മൾ എപ്പോഴും ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് പറയുന്നത് ക്ലയൻറ്റ് സൈഡിലായിരിക്കും ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. ക്ലയൻറ്റ് സൈഡിൽ നിന്നാണ് നമ്മളെപ്പോഴും ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് ആക്സസ് ചെയ്താൽ നമുക്ക് സെർവർ സൈഡിലുള്ള ഫയലും കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആക്സസ് ചെയ്യുമ്പോൾ ഒരു യൂസർ ഇൻ്റർഫേസ് വേണ്ടേ, നമുക്ക് കാണാൻ പറ്റണ്ടേ, അതിന് ഈ ഒരു യൂസർ ഇൻ്റർഫേസ് ഇവിടെ ഉണ്ടാവും. പിന്നെ അതിൻ്റെ താഴെ ഒരു കൺട്രോൾ പ്രോസസ്സ് എന്ന് പറയുന്ന കൺട്രോളുകളെല്ലാം കൺട്രോൾ ചെയ്യുന്ന, അതായത് നമ്മുടെ എന്താ പറയുന്ന ഒരു റീഡ് ആക്സസ് ആണോ റൈറ്റ് ആക്സസ് ആണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതിൽ പെർമിഷൻ ഉണ്ടോ അങ്ങനത്തെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൺട്രോൾ പ്രോസസ്സ് ഉണ്ടാവും. അത് കഴിഞ്ഞ് എല്ലാ കൺട്രോൾ പ്രോസസ്സ് എല്ലാം സക്സസ് ആയെങ്കിൽ ഡാറ്റ ട്രാൻസ്ഫർ നടക്കാൻ വേണ്ടിയിട്ട് ഒരു ഡാറ്റ കണക്ഷനും ഉണ്ടാവും. അതിൽ ഒരു പ്രത്യേകത യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് നമുക്ക് ഈ ക്ലയൻറ്റ് സൈഡിൽ മാത്രമേ ഉള്ളൂ, സെർവർ സൈഡിലില്ല. കാരണം എനിക്ക് സെർവറിൽ പോയിട്ട് അവിടുന്ന് FTP ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ എന്താണ് ചെയ്യുന്നത്, ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിലാണ് ഈ FTP ഇൻസ്റ്റാൾ ചെയ്യുന്നത്. എൻ്റെ കമ്പ്യൂട്ടറിൽ FTP ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഞാൻ സെർവർ ആക്സസ് ചെയ്യും. അപ്പോൾ ആ യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് എൻ്റെ കമ്പ്യൂട്ടറിൽ മാത്രം മതി. എൻ്റെ കമ്പ്യൂട്ടറിലെ യൂസർ ഇൻ്റർഫേസിൽ കൂടെ എനിക്ക് സെർവറിൻ്റെ സൈഡിലെ ഫയലും കാണാൻ പറ്റും. ക്ലിയർ ആണോ? ഡൗട്ടുണ്ടോ? ഓക്കെ. അപ്പോൾ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന് ക്ലയൻറ്റ് ഹാസ് 3 കമ്പോണൻസ്.
ക്ലയൻറ്റ് സൈഡിൽ 3 കമ്പോണൻ്റ് ഉണ്ടാവും. ഒന്ന് യൂസർ ഇൻ്റർഫേസ്, ഞാൻ പറഞ്ഞ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്രോഗ്രാമിൻ്റെ GUI ആയിരിക്കും അത്. പിന്നെ ഉള്ളത് ക്ലയൻറ്റ് കൺട്രോൾ പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു ക്ലയൻറ്റ് സൈഡിൽ ഒരു ക്ലയൻറ്റ് കൺട്രോൾ, ഇവിടെ ഒരു കൺട്രോൾ പ്രോസസ്സ് ഉണ്ട്. ഇത് ക്ലയൻറ്റിലായതുകൊണ്ട് ക്ലയൻറ്റ് കൺട്രോൾ പ്രോസസ്സ് എന്ന് പറയും. സെർവറിൻ്റെ സൈഡിലും അങ്ങനെയുണ്ട് പ്രോസസ്സ്. ആൻഡ് ദ ക്ലയൻറ്റ് ഡാറ്റ ട്രാൻസ്ഫർ പ്രോസസ്സ് ഇതും ഉണ്ടാവും. സെർവറിലാണെങ്കിൽ 2 കമ്പോണൻറ്റേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ യൂസർ ഇൻ്റർഫേസ് അവിടെ ഇല്ല. സെർവർ കൺട്രോൾ പ്രോസസ്സ് ആൻഡ് സെർവർ ഡാറ്റ ട്രാൻസ്ഫർ പ്രോസസ്സും ഉണ്ടാവും. ഓക്കെ, ദ കൺട്രോൾ കണക്ഷൻ ഈസ് മെയ്ഡ് ബിറ്റ്വീൻ ദ കൺട്രോൾ പ്രോസസ്സസ്. കൺട്രോൾ കണക്ഷൻ എന്ന് പറയുന്നത് അതായത് ഈ കണക്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഡാറ്റ കണക്ഷൻ, ആക്ച്വൽ ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നത് ഈ ഡാറ്റ കണക്ഷനിൽ കൂടെയാണ്. ഡാറ്റ കണക്ഷൻ ഈസ് മെയ്ഡ് ബിറ്റ്വീൻ ദ ഡാറ്റ ട്രാൻസ്ഫർ പ്രോസസ്സ്. അപ്പോൾ ഇത് രണ്ടും ഓരോ പ്രോസസ്സാണ്. നമ്മൾ ഈ സാധനം മൊത്തത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നു. മൊത്തത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിനകത്ത് ഇങ്ങനെ ഡിഫറെൻറ്റ് കമ്പോണൻസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. നമ്മളൊരു TCP അങ്ങ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ഈ കമ്പോണൻസ് എല്ലാം അതിൽ വരും. പക്ഷേ അതിൽ ഇൻറ്റേർണലി വർക്കിംഗ് നടക്കുമ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, when user starts a FTP session the control connection opens. നമ്മൾ FTP, ഞാൻ IP അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ട് ഒരു ഇത് കൊടുക്കുമ്പോൾ യൂസർ നെയിം പാസ്വേഡും ഒക്കെ കൊടുക്കുമ്പോൾ കൺട്രോൾ കണക്ഷനാണ് ഫസ്റ്റ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ കൺട്രോൾ കണക്ഷനിൽ കൂടെ അവിടെ പോയിട്ട് പാസ്വേഡ് കറക്റ്റാണോ, ഇയാൾക്ക് ആക്സസ് ചെയ്യാവോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവൻ ചെക്ക് ചെയ്യും. കൺട്രോൾ കണക്ഷൻ റിമെയിൻസ് കണക്റ്റഡ് ഡ്യൂറിങ് ദ എൻറ്റയർ ഇൻറ്ററാക്റ്റീവ് FTP സെഷൻ. ആ നമ്മൾ FTP സെഷൻ, ഞാൻ FTPയുടെ വിൻഡോ ക്ലോസ് ചെയ്യുന്നിടം വരെ ഞാൻ വെബിൻ്റെ ലാസ്റ്റ് മൊഡ്യൂളിൽ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ പഠിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ക്ലയൻറ്റ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ക്ലയൻറ്റ് ഇൻറ്ററാക്ട് ചെയ്യുന്നത്, ഇവിടെ ഹോസ്റ്റ് നെയിം കൊടുക്കും, പാസ്വേഡ് കൊടുക്കും, കണക്ട് ചെയ്യും. ഇനി കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ കാണാൻ പറ്റും. നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമായിരിക്കും ഒരുപക്ഷെ. 4th മൊഡ്യൂളൊക്കെ നിങ്ങൾ ഉപേക്ഷിച്ചതാണെങ്കിൽ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവില്ല. ഞാൻ കണക്റ്റ് കൊടുത്തു കഴിയുമ്പോൾ കണക്ഷൻ സക്സസ് ആയെങ്കിൽ ഇവിടെ ഇടതുവശത്ത് എൻ്റെ ലോക്കൽ കമ്പ്യൂട്ടറിലെ ഫയൽസും വലതുവശത്ത് സെർവറിൻ്റെ ഫയൽസും എനിക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയി നിൽക്കുന്നത്. ഞാനായിരിക്കും കണക്ഷൻ നിൽക്കുക. അപ്പോൾ ഇത് നടക്കുന്ന സമയത്ത്, അതായത് ഞാൻ ഇവിടെ വെച്ച് കണക്ഷൻ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ കണക്ഷൻ ഫേസ് എസ്റ്റാബ്ലിഷ് ആവും. കണക്ഷൻ ഫേസ് എസ്റ്റാബ്ലിഷ് ആയിട്ട് സക്സസ് ആണെങ്കിൽ ഇങ്ങനത്തെ ഫയൽ കാണിക്കും. ഇത് ഞാൻ ക്ലോസ് ചെയ്യുന്നിടം വരെ കണക്ഷൻ ഫേസ് എസ്റ്റാബ്ലിഷ് ആയി തന്നെ നിൽക്കുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ കൺട്രോൾ കണക്ഷൻ റിമെയിൻസ് കണക്റ്റഡ് ഡ്യൂറിങ് ദ എൻറ്റയർ ഇൻറ്ററാക്റ്റീവ് FTP സെഷൻ. ഞാൻ FTP സെഷൻ ക്ലോസ് ചെയ്യുന്നിടം വരെ കണക്ഷൻ ആക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് ആ കണക്ഷൻ ക്ലോസ് ചെയ്താൽ പിന്നെ കണക്ഷൻ, ഞാൻ ആ വിൻഡോ ക്ലോസ് ചെയ്താൽ പിന്നെ കണക്ഷൻ നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ക്ലോസ് ആയി പോകും. ഡാറ്റ കണക്ഷൻ ഈസ് ഓപ്പൺഡ് ആൻഡ് ദെൻ ക്ലോസ്ഡ് ഫോർ ഈച്ച് ഫയൽ ട്രാൻസ്ഫർ ആക്ടിവിറ്റി. ഞാൻ സെർവറിൻ്റെ സൈഡിൽ ഒരു ഫയൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ എൻ്റെ സൈഡിലുള്ള ഒരു ഫയലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അപ്ലോഡ് കൊടുക്കുകയാണ്. ആ സമയത്ത് മാത്രമേ ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നുള്ളൂ. പക്ഷേ കണക്ഷൻ എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന്. ദ TCP port 21 ഈസ് യൂസ്ഡ് ഫോർ കൺട്രോൾ കണക്ഷൻ ആൻഡ് port 20 ഈസ് യൂസ്ഡ് ഫോർ ഡാറ്റ കണക്ഷൻ. ഈ പോർട്ട് അഡ്രസ്സ് ഇല്ലേ, 21, 20 എന്നൊക്കെ പറയുന്ന പോർട്ട് അഡ്രസ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആരെങ്കിലും അറിയാമോ? പോർട്ട് അഡ്രസ്സ് എന്തിനാണ്? 16 ബിറ്റ് പോർട്ട് അഡ്രസ്സ് ഉണ്ടാവും. അത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ FTP 21 എന്ന് പറയുന്ന പോർട്ടാണ് കൺട്രോൾ കണക്ഷന് ഉപയോഗിക്കുന്നത്. കൺട്രോൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം, അതായത് പാസ്വേഡ് ചെക്ക് ചെയ്യുക, കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക, റീഡ് ആക്സസ് ഉണ്ടോ, റൈറ്റ് ആക്സസ് ഉണ്ടോ എന്ന് നോക്കുക, മുതലായ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നത് കൺട്രോൾ കണക്ഷനാണ്. കൺട്രോൾ കണക്ഷൻ പോർട്ട് നമ്പർ 21 ഉപയോഗിക്കുന്നത്. ഇനി കൺട്രോൾ കണക്ഷൻ എല്ലാം കറക്റ്റായി കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യുവോ അല്ലെ അപ്ലോഡ് ചെയ്യുവോ എന്തെങ്കിലും ചെയ്താൽ ഡാറ്റ ട്രാൻസ്ഫർ നടക്കും. ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നത് പോർട്ട് 20 കൂടിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ ഒന്നിച്ച് ഇൻസ്റ്റാൾ ചെയ്തതാണെങ്കിലും ഇതിൽ 2 പ്രോസസ്സായിട്ടാണ് കാര്യങ്ങൾ വർക്കിംഗ് നടക്കുന്നത്. മനസ്സിലായോ? 2 പോർട്ടിൽ കൂടെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ് സർ. ഓക്കെ, കൺട്രോൾ കണക്ഷൻ എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. കമ്മ്യൂണിക്കേഷൻ ത്രൂ കമാൻഡ്സ് ആൻഡ് റെസ്പോൺസസ് ആസ് ആസ്കി ക്യാരക്ടേഴ്സ്. അത് ഇതിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ആസ്കി ക്യാരക്ടേഴ്സ് ആയിട്ടാണ്. പാസ്വേഡൊക്കെ ആണെങ്കിൽ എൻകോഡ് ചെയ്തിട്ട് ആ ആസ്കി ഫോർമാറ്റിൽ തന്നെയായിരിക്കും സെൻഡ് ചെയ്യുന്നത്. ഈച്ച് ലൈൻ ഈസ് ടെർമിനേറ്റഡ് വിത്ത് 2 ക്യാരക്ടർ. ക്യാരേജ് റിട്ടേൺ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. അതൊരു സ്പെഷ്യൽ ക്യാരക്ടറാണ്. പിന്നെ ലൈൻ ഫീഡ്, അതായത് നെക്സ്റ്റ് ലൈനിലേക്ക് പോകാനുള്ള ആ 2 ക്യാരക്ടർ ഓരോ ലൈനിൻ്റെ എൻഡിലുണ്ടാവും.
ഓക്കെ, കൺട്രോൾ കണക്ഷനിൽ കമാൻഡ്സ് ആർ സെൻഡ് ഫ്രം ദ ക്ലയൻറ്റ് ടു ദ സെർവർ ആസ് അപ്പർ കേസ്. ക്ലയൻറ്റിൽ നിന്ന് സെർവറിലേക്ക് പോകുന്ന കമാൻഡുകളെല്ലാം അപ്പർ കേസ് ലെറ്റേഴ്സ് ആയിരിക്കും. തിരിച്ചു വരുന്ന കമാൻഡുകളുണ്ടല്ലോ, റെസ്പോൺസ്, അതെന്ന് പറയുന്നത് ഡിജിറ്റ്സോ സാധാരണ ലെറ്റേഴ്സോ ആവാം. അപ്പർ കേസ് ആവണമെന്നില്ല, സാധാരണ ലോവർ കേസും ആവാം. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ALLOC എന്ന് പറയുന്ന ഒരു കമാൻഡാണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, ഞാനൊരു 5 MB ഉള്ള ഒരു ഫയൽ ഇവിടുന്ന് സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇവൻ അപ്ലോഡ് കൊടുക്കുമ്പോൾ തന്നെ ആദ്യം എന്ത് ചെയ്യും, ചാടിക്കറി അങ്ങോട്ട് ഇവൻ പോയി തുടങ്ങൂല. ഇവൻ ആദ്യം എന്ത് ചെയ്യും, ആദ്യം അലോക്ക് എന്ന് പറയുന്ന ഒരു കമാൻഡ് കൊടുക്കും. ALLO അലോ എന്ന് പറയുന്ന ഒരു കമാൻഡ് കൊടുക്കും. എന്ന് പറഞ്ഞാൽ എന്താണ്, 5 MB ഇവിടുന്ന് അങ്ങോട്ട് വരാൻ പോകുന്നുണ്ട്, അതുകൊണ്ട് 5 MB സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലം നീ ഉണ്ടാക്കി വെച്ചോന്ന് അങ്ങോട്ട് പറയും. അപ്പോൾ ആ കമാൻഡ് ഇവിടുന്ന് കൺട്രോൾ കണക്ഷനിലാണ് പോകുന്നത്. അത് ALLO കണ്ടില്ലേ. കമാൻഡ് സെൻഡ് ഫ്രം ദ ക്ലയൻറ്റ് ടു ദ സെർവർ ആർ അപ്പർ കേസിലാണ്. ക്ലയൻറ്റിൽ നിന്ന് സെർവറിലേക്ക് പോകുന്നത് അപ്പർ കേസിലാണ്. ഇനി ഒരു ഫയലിനെ ഡിലീറ്റ് ചെയ്യാനായിട്ട് കൊടുക്കുകയാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് എന്ന് കൊടുക്കും. അപ്പോൾ ഇവിടുന്ന് ഒരു DL എന്ന് പറയുന്ന കമാൻഡ് അങ്ങോട്ട് പോകും. അപ്പോൾ ആ ഫയൽ ഡിലീറ്റ് ചെയ്യും. അതുപോലെ ഞാൻ ലോഗൗട്ട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ക്വിറ്റ് എന്ന് പറയുന്ന ഒരു കമാൻഡ് സെർവറിൽ നിന്ന് അങ്ങോട്ട് പോകും. എല്ലാം ഈ വക കമാൻഡിൽ ഞാൻ ഇവിടുന്ന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് അങ്ങോട്ടായിരിക്കും പോകുന്നത്. കാരണം എവിടെയാണ്, ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ക്ലയൻറ്റിൻ്റെ സൈഡിലേ ഉള്ളൂ. അപ്പോൾ ക്ലയൻറ്റിൻ്റെ സൈഡിൽ നിന്ന് അങ്ങോട്ട് റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ റെസ്പോൺസ് വരുന്നത് സെർവറിൽ നിന്നായിരിക്കും. ഞാൻ ഡിലീറ്റ് കൊടുത്തു, അപ്പോൾ പറയുകയാണ് ഓക്കെ നിനക്ക് പെർമിഷൻ ഇല്ല, നോട്ട് പെർമിറ്റഡ് എന്ന് പറഞ്ഞൊരു റെസ്പോൺസ് വരുന്നത് സെർവറിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വരും. അതെന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഡിജിറ്റ്സ് ആവാം അല്ലെങ്കിൽ ലെറ്റേഴ്സ് ആവാം എന്നാണ് പറഞ്ഞത്. ക്ലിയർ ആണോ? ഓക്കെ. എവറി FTP കമാൻഡ് ജനറേറ്റ്സ് 1 or more റെസ്പോൺസ്. ഇപ്പം ഇങ്ങനെ പോകുന്ന എല്ലാ കമാൻഡുകൾക്കും ഒരു റെസ്പോൺസ് വരും. റെസ്പോൺസിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഒരു 3 ഡിജിറ്റ് കോഡും ഒരു ഡിസ്ക്രിപ്ഷനും ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ 125 ഡാറ്റ കണക്ഷൻ ഓപ്പൺ, അല്ല 230 യൂസർ ലോഗിൻ ഓക്കെ. ഞാൻ ലോഗിൻ കൊടുത്താൽ അതിന് റെസ്പോൺസ് ആയിട്ട് വരുന്ന കമാൻഡ് ചിലപ്പോൾ ഇതായിരിക്കും 230, ഒരു 3 ഡിജിറ്റ് കോഡ്, അതാണ് 230. അത് കഴിഞ്ഞൊരു ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ 230 യൂസർ ലോഗിൻ ഓക്കെ ആണെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, കൺട്രോൾ കണക്ഷൻ മനസ്സിലായോ? കൺട്രോൾ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി യൂസർമാർ തമ്മിലുള്ള ഡാറ്റ കമ്മ്യൂണിക്കേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. മനസ്സിലായെങ്കിൽ അടുത്തതിലേക്ക് പോവാം, ഇല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇനി ഡാറ്റ കണക്ഷൻ നടക്കുവാണ്. ഡാറ്റ കണക്ഷൻ എന്ന് പറയുന്നത് ആക്ച്വൽ ഡാറ്റ ട്രാൻസ്ഫർ ആണ്. ഇത് 20ാമത്തെ പോർട്ടാണ് യൂസ് ചെയ്യുന്നത്. ക്ലയൻറ്റ് ഡിഫൈൻസ് ദ ടൈപ്പ് ഓഫ് ഫയൽ ടു ബി ട്രാൻസ്ഫേർഡ്. ക്ലയൻറ്റിൻ്റെ സൈഡിൽ നിന്നാണ് ഏത് ഫയൽ ട്രാൻസ്ഫർ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. ദ സ്ട്രക്ചർ ഓഫ് ദ ഡാറ്റ ആൻഡ് ദ ട്രാൻസ്മിഷൻ മോഡ്. അപ്പോൾ ഏത് ടൈപ്പ് ഫയൽ ട്രാൻസ്ഫർ ചെയ്യണം, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം, ട്രാൻസ്മിഷൻ മോഡ് ഒക്കെ തീരുമാനിക്കുന്നത് ക്ലയൻറ്റിൻ്റെ സൈഡിൽ നിന്നാണ്. അതായത് നമുക്കതൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസ് സെലക്ട് ചെയ്ത് റെഡിയാക്കി വെക്കാം ത്രൂ കൺട്രോൾ കണക്ഷൻ. ബട്ട് ബിഫോർ എവറി ഡാറ്റ കണക്ഷൻ ഈസ് മെയ്ഡ്. അപ്പോൾ സ്റ്റെപ്സ് ഫോർ ഡാറ്റ കണക്ഷൻ എന്ന് പറയുന്നത് ക്ലയൻറ്റ് ഇഷ്യൂസ് എ പാസീവ് ഓപ്പൺ റിക്വസ്റ്റ്. ഒരു ഓപ്പൺ ഡാറ്റ കണക്ഷൻ അതിന് മുമ്പ് ക്ലയൻറ്റ് സൈഡിൽ നിന്നൊരു പോസീവ് ഓപ്പൺ റിക്വസ്റ്റ് കൊടുക്കും ടു ദ സെർവർ ഫോർ ആൻ എബ്ഹർമൽ പോർട്ട്. എബ്ഹർമൽ പോർട്ട് എന്താണ്, നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ഓർക്കുന്നുണ്ടോ? എബ്ഹർമൽ പോർട്ട് എന്താണെന്ന്? എബ്ഹർമൽ പോർട്ട് എന്ന് പറഞ്ഞാൽ ടെമ്പററി പോർട്ടാണ്. പോർട്ട് എന്താണെന്ന് അറിയാൻ മേലാത്തവരോട് എബ്ഹർമൽ പോർട്ട് എന്താണെന്ന് ചോദിച്ചിട്ട് കാര്യമുണ്ടോ അല്ലേ? ഒരു ടെമ്പററി പോർട്ടാണ്. നമ്മൾ പോർട്ടിൻ്റെ അഡ്രസ്സൊക്കെ പഠിച്ചപ്പോൾ അതിനകത്ത് പറഞ്ഞായിരുന്നു കുറേ പോർട്ടുകൾ പെർമനൻ്റ് ആയിട്ട് കുറേ പ്രോസസ്സിന് കൊടുത്തിട്ടുണ്ട്, കുറച്ചെണ്ണം ടെമ്പററി ആയിട്ട് ആൾക്കാർക്ക് ആവശ്യമുള്ളപ്പോൾ യൂസ് ചെയ്യാവുന്ന രീതി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ ആവശ്യമുള്ളപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് വെച്ചേക്കുന്ന പോർട്ടുകൾക്കാണ് എബ്ഹർമൽ പോർട്ട് എന്ന് പറയുന്നത്. ദ ക്ലയൻറ്റ് ഇഷ്യൂസ് എ പാസീവ് ഓപ്പൺ റിക്വസ്റ്റ്. ഒരു ഓപ്പൺ റിക്വസ്റ്റ് കൊടുക്കും, ഒന്ന് ഓപ്പൺ ചെയ്യാവോ. പാസീവ് എന്ന് പറഞ്ഞാൽ നിർബന്ധിക്കുകയൊന്നുമില്ല, ഒരു റിക്വസ്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. ടു ദ സെർവർ ഫോർ ആൻ എബ്ഹർമൽ പോർട്ട്, ഒരു പോർട്ട് തരാവോ എന്ന് ചോദിക്കും. അപ്പോൾ യൂസിങ് ദ പോർട്ട് കമാൻഡ് ദ ക്ലയൻറ്റ് സെൻസ് ദിസ് പോർട്ട് നമ്പർ ടു ദ സെർവർ. അപ്പോൾ പോർട്ട് ഇവൻ എന്ത് ചെയ്യും, അപ്പോൾ ക്ലയൻറ്റ് ഒരു പോർട്ട് നമ്പർ, ഇന്ന പോർട്ട് എനിക്ക് തരാമോ എന്ന് ചോദിച്ചാൽ അങ്ങോട്ട് വേണം. അപ്പോൾ പോർട്ട് എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിച്ചിട്ട് ഇവനൊരു പോർട്ട് നമ്പർ അങ്ങോട്ട് സെർവറിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും. ദ സെർവർ റിസീവ്സ് ദ പോർട്ട് നമ്പർ ആൻഡ് ഇഷ്യൂസ് ആൻ ആക്റ്റീവ് ഓപ്പൺ യൂസിങ് ദ വെൽ നോൺ പോർട്ട് 20. സെർവർ റിസീവ്സ് ദ പോർട്ട് നമ്പർ, അവൻ പോർട്ട് നമ്പർ റിസീവ് ചെയ്യും. ആൻഡ് ഇഷ്യൂസ് ആൻ ആക്റ്റീവ് ഓപ്പൺ യൂസിങ് ദ വെൽ നോൺ പോർട്ട് 20 എന്ന് പറയുന്ന പോർട്ട് നമ്പർ ഉപയോഗിച്ച് അവൻ ഓപ്പൺ ചെയ്യും. ആൻഡ്
അതുകൂടാതെ ഈ ഒരു എഫർമൽ പോർട്ട്, അവനൊരു ടെമ്പററി പോർട്ട് അവൻ ചോദിച്ചിട്ടില്ലേ, അതും ഓപ്പൺ ചെയ്ത് കൊടുക്കുമെന്ന്. 2 പോർട്ടും ഓപ്പൺ ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് ഡാറ്റ കണക്ഷൻ നടക്കുന്നത്. 20ാമത്തെ പോർട്ടിൽ കൂടെയും ഒരു ടെമ്പററി ആയിട്ട് കൊടുത്തേക്കുന്നത്. അത് 2ൽ കൂടെ നടക്കുന്നത് ഫാസ്റ്റായിട്ട് നടക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ 20 എന്തായാലും അവന് വേണ്ടി തന്നെ റിസർവ് ചെയ്തേക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഒരു എഫർമൽ പോർട്ട്, അതായത് ഇവൻ റിക്വസ്റ്റ് ചെയ്ത് ഈ പോർട്ടും കൂടെ തരാമെന്ന് ചോദിച്ചിട്ടുണ്ട്, അതിൽ കൂടെ ട്രാൻസ്ഫർ നടക്കും. അങ്ങനെയാണ് ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? സർ. ഇപ്പോൾ FTP കമാൻഡ്സ് എന്ന് പറയുന്നത് കുറേ കമാൻഡ് ഉണ്ട്. എല്ലാം മറ്റും നിങ്ങൾ പഠിക്കേണ്ട, ഓർത്തിരുന്നോളുക. ഇങ്ങനെ കുറേ കമാൻഡ് ഉണ്ട്. കിറ്റ് ലോഗൗട്ട് ആണ്. പോർട്ട് എന്ന് പറയുന്നത് പോർട്ട് ഐഡൻറ്റിഫയർ ആണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ട്. അതുപോലെ ടൈപ്പ് കുറേ കാര്യങ്ങളുണ്ട്. യൂസർ ഇൻഫർമേഷൻ കൊടുക്കും, മോഡ് ഒക്കെ കൊടുക്കും. ഇത് ഒന്ന് ജസ്റ്റ് ഇത് പഠിക്കണ്ട കേട്ടോ. പാസ്വേഡിനാണ് ഓർത്തിരിക്കാൻ പറ്റുന്ന 1-2 എണ്ണം വേണമെങ്കിൽ ചുമ്മാ എക്സാമ്പിളായിട്ട് എഴുതാം, അത്രേ ഉള്ളൂ. പിന്നെ റെസ്പോൺസ് ആയിട്ട് വരുന്നത് FTP കമാൻഡ്സ് എവിടെ നിന്നാണ് പോകുന്നത്? ക്ലയൻറ്റിൽ നിന്ന് സെർവറിലേക്കാണ് പോകുന്നത്. ക്ലയൻറ്റിൽ നിന്ന് സെർവറിലേക്ക് പോകുന്ന കണക്ഷൻ റെസ്പോൺസ് ആയിട്ട് സെർവറിൽ നിന്ന് തിരിച്ച് ക്ലയൻറ്റിലേക്ക് വരുന്നത് നമുക്കറിയാം. ഒരു 3 ഡിജിറ്റ് നമ്പറും ഒരു ഡിസ്ക്രിപ്ഷനുമാണ്. 3 ഡിജിറ്റ് നമ്പറും ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ 125 ഡാറ്റ കണക്ഷൻ ഓപ്പൺ, ഇങ്ങനത്തെ ക്ലോസിംഗ് ഡാറ്റ കണക്ഷൻ ലോഗിൻ, ഇങ്ങനത്തെ റെസ്പോൺസുകളായിരിക്കും വരുന്നത്. ഓക്കെ, ഇതൊരു ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. 1-2 എണ്ണമൊക്കെ ഒന്ന് ഓർത്തിരുന്നാൽ മതി, എല്ലാം പറ്റും പഠിക്കണ്ട. ഇനിയുള്ളത് ഇത് 2 സ്ലൈഡ് കൂടെ ഉള്ളൂ. അതോടെ പറഞ്ഞിട്ട് നിർത്തിയാൽ പോരെ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ FTP തീരും. ഓക്കെ കേട്ടിട്ടൊരു തൃപ്തിയില്ല. എന്തായാലും ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്താം. തിയറിയ ഡാറ്റ കണക്ഷൻ നടക്കുമ്പോൾ അതിനകത്ത് മെയിനായിട്ട് 3 കാര്യങ്ങളുണ്ടാവും. ഒന്ന് ഫയൽ ടൈപ്പ്, രണ്ടാമത്തെ ഡാറ്റ സ്ട്രക്ചർ, മൂന്നാമത്തേത് ട്രാൻസ്മിഷൻ മോഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു, അതാണ് ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുമ്പോഴത്തേക്കും ഫയൽ ടൈപ്പും സ്ട്രക്ചറും ട്രാൻസ്മിഷൻ മോഡും ഉണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഫയൽ ടൈപ്പ് എന്ന് പറയുന്നത് ആസ്കി ഉണ്ടാവും, എക്സ്റ്റെൻഡഡ് ബൈനറി, പല ഫോർമാറ്റുകളാണ്. ഇമേജ് ഫയൽ ഉണ്ടാവും, എക്സ്റ്റെൻഡഡ് ബൈനറി കോഡ്, ഡെസിമൽ ഇൻ്റർചേഞ്ച് കോഡ് എന്ന് പറയുന്ന EBCDIC എന്ന് പറയുന്ന ഫോർമാറ്റ് ഉണ്ടാവും. ഇങ്ങനത്തെ ഫയൽ ടൈപ്പുകളൊക്കെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ നമ്മൾ സാധാരണ ഇതെല്ലാം നമ്മൾ സെലക്ട് ചെയ്ത് നോക്കും. കാരണം ആസ്കി ഫയൽ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു PHP ഫയലാണെങ്കിൽ അത് ആസ്കി ഫോർമാറ്റിലായി, അതിനകത്ത് ആസ്കി ക്യാരക്ടേഴ്സ് ആയിരിക്കുമല്ലോ ഉള്ളത്. അപ്പോൾ അത് ചെയ്ത് വെക്കും. ഇപ്പം നമുക്കൊരു സെർവറിലേക്ക് ഒരു ഇമേജ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ആ ഇമേജ് ഫയൽ, അങ്ങനത്തെ ഫയൽ ടൈപ്പുകളൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ഉള്ളത് ഇതിനകത്ത് ഏത് ഡാറ്റ സ്ട്രക്ചർ യൂസ് ചെയ്യണം എന്നുള്ളതാണ്. ഡാറ്റ സ്ട്രക്ചർ ഏത് യൂസ് ചെയ്യണം എന്നുള്ളതിനകത്ത് പല ടൈപ്പ് ഉണ്ട്. ഒന്ന് ഫയൽ സ്ട്രക്ചർ ഉണ്ട്, പിന്നെ ഒന്ന് റെക്കോർഡ് സ്ട്രക്ചർ ഉണ്ട്, പിന്നെ ഒരു പേജ് സ്ട്രക്ചർ ഉണ്ട്. ഫയൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് സ്ട്രീം ഓഫ് ബൈറ്റ് ആയിട്ട്, ഇതിൻ്റെ എല്ലാം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇൻറ്റേർണലി നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫയൽ ട്രാൻസ്ഫർ നടക്കുമ്പോൾ നമ്മൾ ഇതിലേക്കൊന്നും പോകത്തില്ല. സാധാരണ കണ്ടിന്യൂസ് സ്ട്രീം ഓഫ് ഡാറ്റയാണ് പോകുന്നത്. ഇപ്പോൾ വലിയൊരു ഡാറ്റ ഒരു വീഡിയോ പോലെയുള്ളതൊക്കെയാണ് കണ്ടിന്യൂസ് ആയിട്ട് പോയാൽ മതിയെങ്കിൽ അതിന് നമ്മൾ ഫയൽ സ്ട്രക്ചർ കൊടുക്കും. ഇനി അതല്ല, റെക്കോർഡ് സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ടെക്സ്റ്റ് ഫയലുകളായിരിക്കും. ടെക്സ്റ്റ് ഫയലിനെ നമ്മൾ ചെറിയ ചെറിയ റെക്കോർഡുകളായിട്ട് ബ്രേക്ക് ചെയ്തിട്ടായിരിക്കും സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഫയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഫുൾ കണ്ടിന്യൂസ് ആയിട്ട് ബാക്ക് ടു ബാക്ക്. ഇപ്പോൾ ഒരു GB ഫയൽ ഉണ്ടെങ്കിൽ അതിനെ എല്ലാം 1 GB കണ്ടിന്യൂസ് ആയിട്ട് ഒന്നിച്ചായിരിക്കും ട്രാൻസ്ഫർ, ബാക്ക് ടു ബാക്ക്, ഒരു ബൈറ്റിൻ്റെ പുറകെ അടുത്ത ബൈറ്റായിട്ടായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ പ്രശ്നം പറ്റിയ എന്താണെന്ന് ചോദിച്ചാൽ ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് കണക്ഷൻ ബ്രേക്ക് ആയി പോയാൽ എവിടെ തുടങ്ങി എവിടെ അവസാനിച്ചു എന്നുള്ളതൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റാതെ വരും. കാരണം മൊത്തം ഒന്നിച്ചാണ് വിട്ടുകൊണ്ടിരിക്കുന്നത്. എവിടെ വരെ അയച്ചു എന്നുള്ളതൊന്നും നമുക്ക് ചിലപ്പോൾ ട്രാക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. റെക്കോർഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ ഒരു 100 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 1 എണ്ണം അയക്കും, 2 എണ്ണം അയക്കും, 3 എണ്ണം അയക്കും. അപ്പോൾ ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് നിന്ന് പോയാൽ ആദ്യത്തെ 50ാമത്തെ വെച്ചാൽ നിൽക്കുന്നതെങ്കിൽ 50 വരെ അവിടെ കിട്ടിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയാണ് റെക്കോർഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി പേജ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫയൽ ഈസ് ഡിവൈഡഡ് ഇൻറ്റു പേജസ് ഈച്ച്. അപ്പോൾ ഈ റെക്കോർഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ പേജ് പോലെ തന്നെയാണ്. ഇത് ഡിവൈഡ് ചെയ്യുന്നു, പക്ഷേ നമ്പർ ഒന്നും ഇടുന്നില്ല, നമ്പർ ഇടുന്നിട്ടുണ്ടാവില്ല. പക്ഷേ പേജ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിനെ ഡിവൈഡ് ചെയ്ത് നമ്പർ ഇടും, ഓർഡർ അനുസരിച്ച് നമ്പർ ഇട്ടിട്ടായിരിക്കും സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ 3 രീതിയിലാണ് ഡാറ്റ സ്ട്രക്ചർ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇതൊക്കെ ഓപ്ഷൻസ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാനുള്ളതേ ഉള്ളൂ. നമുക്ക് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്തൊന്നും നമ്മൾ സാധാരണ അങ്ങനെ ഒരിക്കലും യൂസ് ചെയ്യാറില്ല. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾക്ക് ടെക്സ്റ്റിൽ പറഞ്ഞേക്കുന്നതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കി വെക്കുക.
ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് 3 രീതിയിൽ വരും. ഒന്ന് ഫയൽ സ്ട്രക്ചർ, രണ്ടാമത്തേത് റെക്കോർഡ് സ്ട്രക്ചർ, മൂന്നാമത്തേത് പേജ്. ഫയൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും, ഇടയ്ക്ക് ബ്രേക്ക് ഒന്നും ഉണ്ടാവില്ല. റെക്കോർഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഫയലിനെ ബ്രേക്ക് ചെയ്ത് പല റെക്കോർഡായിട്ടായിരിക്കും സെൻഡ് ചെയ്യുന്നത്. പേജ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ പല പേജുകളായിട്ട് ഡിവൈഡ് ചെയ്യും. റെക്കോർഡിൽ നിന്നുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതിന് സീക്വൻസ് നമ്പർ ഇട്ടിട്ടുണ്ടാവും. സീക്വൻസ് നമ്പർ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് റാൻഡംലി ഏത് വേണേലും ആക്സസ് ചെയ്യാം. ഓക്കെ, പെട്ടെന്ന് 50ാമത്തെ ഫയൽ വേണമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആണോ? അപ്പോൾ ഫയൽ ടൈപ്പ്, ഏതൊക്കെ ഫയൽ ടൈപ്പ് ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പറഞ്ഞു. ആ ഫയൽ ടൈപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനകത്ത് ഡാറ്റ സ്ട്രക്ചർ ഏതൊക്കെ യൂസ് ചെയ്യാമെന്നുള്ളത് പഠിച്ചു. പിന്നെയുള്ളത് ട്രാൻസ്മിഷൻ മോഡാണ്. ട്രാൻസ്മിഷൻ മോഡ് എന്ന് പറയുന്നത് ശരിക്കും 3 രീതിയിൽ നടക്കും. ഒന്ന് സ്ട്രീം മോഡ്, പിന്നെ ഒന്ന് ബ്ലോക്ക് മോഡ്, പിന്നെ ഒന്ന് കംപ്രസ്ഡ് മോഡ്. അതിൽ കംപ്രസ്ഡ് മോഡിനെ പറ്റി ടെക്സ്റ്റിൽ പറയുന്നില്ല, സ്ട്രീം മോഡും ബ്ലോക്ക് മോഡും പറയുന്നുള്ളൂ. അപ്പോൾ അത് രണ്ടും ജസ്റ്റ് ഓർത്തിരിക്കുക. സ്ട്രീം മോഡ് ഈസ് ദ ഡീഫോൾട്ട് മോഡ്. ബൈ ഡീഫോൾട്ട് സ്ട്രീം മോഡായിരിക്കും ഉപയോഗിക്കുന്നത്. ഡാറ്റ ഈസ് ഡെലിവേർഡ് ഫ്രം FTP ടു TCP ആസ് എ കണ്ടിന്യൂസ് സ്ട്രീം ഓഫ് ബൈറ്റ്സ്. FTPയിൽ നിന്ന്, അതായത് FTP ഇൻറ്റേർണലി യൂസ് ചെയ്യുന്നത് TCP ആണെന്ന് പറഞ്ഞല്ലോ. FTP യൂസ് ചെയ്യുന്നത് TCPയും IP ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആ കണ്ടിന്യൂസ് TCP എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഒരു കൺട്രോൾ ഫ്ലോയും എറർ കൺട്രോളും ഫ്ലോ കൺട്രോളും ഒക്കെ ഉള്ള ഒരു ടെക്നോളജിയാണ്. അപ്പോൾ അതിലേക്ക് കൊടുത്തിട്ടാണ് ഫയൽ ട്രാൻസ്ഫർ. FTP എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ലെയറാണ്. ആപ്ലിക്കേഷൻ ലെയറിൻ്റെ തൊട്ട് താഴെയുള്ള ലെയറിലേക്ക് ഡാറ്റ കൊടുക്കും. അപ്പോൾ തൊട്ട് താഴെയുള്ള ലെയറിലേക്ക് ഡാറ്റ കൊടുക്കുമ്പോൾ അവിടെ TCP ആണ് ഉപയോഗിക്കുന്നത്. ആ TCPയിലേക്ക് കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. അതാണ് സ്ട്രീം. സ്ട്രീം എന്നുള്ള പേര് കേട്ടാൽ തന്നെ അറിയത്തില്ല. സ്ട്രീം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കണ്ടിന്യൂസ് ഒഴുക്കാണ്. ഒരു സ്ട്രീം ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒഴുകി പോകുന്നവരാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കും. അതായത് നമ്മളിവിടെ പറഞ്ഞ ഫയൽ സ്ട്രക്ചറില്ലേ, ഫയൽ സ്ട്രക്ചറിൽ കണ്ടിന്യൂസ് സ്ട്രീം ഓഫ് ബൈറ്റ്സ് ആയിട്ടാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ തന്നെ ഈ ട്രാൻസ്മിഷൻ മോഡ് സ്ട്രീം ആണെങ്കിൽ അവിടെയും കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. ബ്ലോക്ക് മോഡാണെന്ന് പറഞ്ഞാൽ ബ്ലോക്ക് മോഡിൽ അതിനെ ഇതുപോലെ തന്നെ നമ്മൾ FTPയിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഫുൾ ഒരു സ്ട്രീമായിട്ടായിരിക്കും ഇല കൊടുക്കുന്നത്. ഓരോരോ ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്ത് ഈ ബ്ലോക്ക് നീ ട്രാൻസ്ഫർ ചെയ്യും, അത് കഴിയുമ്പോൾ ഞാൻ അടുത്ത ബ്ലോക്ക് തരാം എന്നും പറഞ്ഞ് ഓരോരോ ബ്ലോക്കായിട്ടായിരിക്കും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് ഉള്ളത്. കംപ്രസ്ഡ് മോഡ് എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ ഒന്ന് കംപ്രസ് ചെയ്തിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. അത് പക്ഷേ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ പഠിക്കേണ്ട. കംപ്രസ്ഡ് മോഡ് എന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞ ഡാറ്റേനെ, ഈ സെൻഡ് ചെയ്യേണ്ട ഡാറ്റേനെ ഒന്ന് കംപ്രസ് ചെയ്ത് അത് വേറൊരു ഫോർമാറ്റിലേക്ക് മാറ്റിയിട്ടാണ് സെൻഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി വെച്ചോളുക. അപ്പോൾ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ അതോടുകൂടി കഴിഞ്ഞു. ഇതതിൻ്റെ ഒരു ഫിഗറാണ്. ഈ ഫിഗർ ഇത്തിരി കൺഫ്യൂസിങ് ആണ്. ഓരോ സ്റ്റേജിൽ നടക്കുന്നതാണ്. അതായത് ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നു, അതിൻ്റെ റെസ്പോൺസ് വരുന്നു, പിന്നെ റിക്വസ്റ്റ് കൊടുക്കുന്നു, റെസ്പോൺസ് വരുന്നു, പിന്നെ ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നു, ഫൈനലി ക്ലോസിങ് നടക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ഫിഗറാണ്. കൺഫ്യൂഷൻ ആകുമെങ്കിൽ നിങ്ങൾ നോക്കണ്ട, ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ആദ്യത്തെ ഒരു സർവീസ് റെഡി എന്ന് പറയുന്ന ഒരു റിക്വസ്റ്റ് വന്നു. അങ്ങനെ അതിൻ്റെ റെസ്പോൺസ്, അല്ല ഇത് റെസ്പോൺസാണ്, ഇത് റിക്വസ്റ്റ്, അങ്ങനെ വന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കും. ക്ലയൻറ്റും സെർവറും തമ്മിൽ കണക്ഷൻ നടക്കും. അടുത്തത് ഇലക്ട്രോണിക് മെയിൽ അല്ലെങ്കിൽ ഇമെയിൽ എന്ന് പറയുന്നതാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കവർ ചെയ്യാം.